ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ വയനാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു ഒരു 8 മണി 9 മണിയാകുമ്പോൾ. പക്ഷെ നമ്മുടെ ഡാറ്റ്സൺകോ ഒരു മുട്ടൻ പണി വന്നു. സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല എന്ന് കണ്ട സമയത്ത് ബാറ്ററി ഡൗൺ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ബാറ്ററി ഡൗൺ അല്ലായിരുന്നു. കാരണം ലൈറ്റ് കത്തുന്നുണ്ട്, ബാക്കിയെല്ലാം ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി സ്റ്റാർട്ടറിന് കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ സ്റ്റാർട്ടർ മൊത്തം മാറ്റിയില്ല. സ്റ്റാർട്ടർ മൊത്തം മാറ്റണമെങ്കിൽ 6,900 രൂപയാവും. അപ്പം ഇതിൻ്റെ 2-3 സാധനങ്ങളുണ്ട്. എന്നാൽ സോളിനോയിഡ് സ്വിച്ചോ, അതുപോലെ ബ്രഷ് കവർ അസൈ എന്ന് പറഞ്ഞ 2-3 സാധനങ്ങളുണ്ട്. അതെല്ലാം മാറ്റി. അങ്ങനെ മാറ്റി ഒരു 5-6 മണിക്കൂർ പോയി. ഭാഗ്യത്തിന് റോട്ടിൽ നിന്നല്ലായിരുന്നു പെട്ടത്, വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പെട്ടത്. അതുകൊണ്ട് വർക്ക്ഷോപ്പുകാരൻ വന്നിട്ട് വണ്ടി ഷോർട്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പണിയെടുത്തു. ഏകദേശം മൊത്തം ചാർജ് വന്നത് 3,430 രൂപ ആ സാധനം മാറ്റാൻ വേണ്ടിയിട്ടായി. പിന്നെ വർക്ക്ഷോപ്പിലൊരു 500 രൂപയായി. മൊത്തം ഒരു 4,000 രൂപയുടെ പണി രാവിലെ തന്നെ നമ്മുടെ വണ്ടി തന്നു. ഇതൊക്കെയാണ് മാറ്റിയ സാധനങ്ങൾ. എന്താണ് സോളിനോയിഡ് സ്വിച്ചസ്, ബ്രഷ് കവറസ്, പിന്നെ എന്തൊക്കെയോ തേങ്ങാപ്പിണ്ണാക്ക്, പിന്നെ അതിൻ്റെ ചാർജ്, അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് 850 ഇലക്ട്രിക്കൽ കടയിൽ. പിന്നെ വർക്ക്ഷോപ്പിൽ ഈ സാധനം നമ്മുടെ ഈ സ്റ്റാർട്ടിങ് മോട്ടർ ഫിറ്റ് ചെയ്യാനുള്ള പൈസ ഒരു 500 രൂപ വേറെ. മൊത്തം 4,000 രൂപ ദുദാഹവ. അപ്പോൾ അതായിരുന്നു ഇന്ന് രാവിലെ ഡാറ്റ്സൺകോ ആദ്യമായിട്ട് തന്നൊരു പണി. സാധാരണ പണി പോലെ അല്ലായിരുന്നത്.